ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കണത്. അത് നന്നായി കഴുകി വൃത്തിയായി കൊണ്ടുവച്ചേക്കണതാണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള മസാലകളാണ് കേട്ടോ അതൊക്കെ. കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി ഒക്കെ 1.5 ടീസ്പൂൺ വീതമാണ് കേട്ടോ. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അത് ചിക്കൻ മസാല 1.5 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് പുരട്ടി വെക്കണം കേട്ടോ. 1-2 മണിക്കൂർ വെച്ചാൽ നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക്, ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് മസാലയൊക്കെ നന്നായി പിടിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾ രാവിലെ പുരട്ടി വെച്ചിട്ട് വൈകിട്ട് വറക്കാനാണ് പിന്നെ എടുത്തത്. ഫ്രിഡ്ജിൽ അത്രയും നേരം വെച്ചു. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ നന്നായി ഒന്ന് തിരുമ്പി കയ്യിലിട്ട് വെക്കണം കേട്ടോ. എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് മസാലയൊക്കെ പിടിക്കുള്ളൂ. അത് ഇപ്പോൾ വൈകുന്നേരം വറക്കാറായി. ഇപ്പോൾ ഞങ്ങൾ എടുത്തു കൊണ്ട് വെച്ചേക്കണതാണ് ഫ്രിഡ്ജിൽ നിന്ന്. ഇനി ഇതിലേക്ക് വറുത്ത് എടുക്കേണ്ട സാധനങ്ങൾ ഉണ്ട് കേട്ടോ. കുറച്ച് സബോളയും ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇതിൽ നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ട്. കുറേ സമയം വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. വലിയ 2 സബോളയാണ് കേട്ടോ എടുത്തേണേ. അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 10-15 അല്ലി വെളുത്തുള്ളി, 3-4 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അതിലേക്ക് വേണ്ടത്. പിന്നെ 2 തണ്ട് കറിവേപ്പില, ഒരു ലേശം മല്ലിയില. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ചിക്കൻ ആദ്യം വറുത്തെടുക്കാം. അതിനൊരു പാൻ അടപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇത്തിരി ചിലവുണ്ട് കേട്ടോ അതിന്. ചിക്കൻ റോസ്റ്റായിട്ട് വറുത്തെടുക്കണമെങ്കിൽ നന്നായിട്ട് വേണം വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചിട്ട് നന്നായി റോസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഏതെങ്കിലും ഭാഗം വേവാത്തതുണ്ടെങ്കിൽ അവിടെയൊക്കെ മറിച്ചിട്ട് കൊടുത്ത് നന്നായി മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ഭാഗവും നന്നായി മൊരിഞ്ഞു കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇതുപോലെ നന്നായി റോസ്റ്റായിട്ട് എടുക്കണം കേട്ടോ. ഇനി പിന്നെ ഈ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ തന്നെ ഇത് മുഴുവൻ വേണ്ട കേട്ടോ. ബാക്കി കുറേ വെളിച്ചെണ്ണ നമുക്കൊരു പാത്രത്തിൽ പകർത്തി വയ്ക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ബാക്കി അതിൽ വെച്ചിട്ട് നമുക്ക് ഈ സബോളയും ഇഞ്ചി പച്ചമുളകൊക്കെ അതിലേക്ക് വറുത്തെടുക്കണം. അതിന് കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. ഇത് മുഴുവൻ വേണ്ട. അതിൽ നിന്ന് പകർത്തിയെടുത്തു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഇതെല്ലാം ഇട്ട് നമുക്ക് വറുത്തെടുക്കണം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട്, മല്ലിയില ചിക്കനിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് അത്ര ബ്രൗൺ നിറാവണ്ട, ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി. ഒരു കുറേശ്ശെ ചുവപ്പാകുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം അങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് കരിവേപ്പിലേക്ക് ഒന്ന് വരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിൽ ചിക്കൻ വറുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ.
ഈ സബോള വറുത്തതിലൊക്കെ കുറേശ്ശെ ഇത്തിരി ഉപ്പ് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഗരം മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്തോളൂ കേട്ടോ വേണമെങ്കിൽ. ഞങ്ങളൊരു 1/4 ടീസ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ സബോളയും കൂടിയും പിടിക്കണമല്ലോ ഉപ്പും ഇത് മസാലകളൊക്കെ. അപ്പോൾ ഗ്യാസ് ഓഫാക്കി ഇത് പ്ലേറ്റിലേക്ക് പകർത്തിയതാണ് കേട്ടോ. അത് ഒരു ഭംഗിക്ക് വേണ്ടി സബോള വട്ടത്തിലരിഞ്ഞ് മുകളിലിട്ടേക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ റോസ്റ്റിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.